ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എൽ4 ലിറ്ററേച്ചർ. ഇന്ന് മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള റഷ്യൻ ഫോർമലിസമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ റഷ്യൻ ഫോർമലിസം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു ടോപ്പിക് ഇല്ലാണ്ട് മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണുക എന്നുള്ളത് വളരെ റെയറായിട്ടേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു എസ്സേ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ തുടക്കം മുതൽ അവസാനം വരെ കാണുമ്പോൾ അവർക്ക് പിന്നെ റഷ്യൻ ഫോർമലിസം എന്താണെന്ന് മറക്കാൻ ഒരു ചാൻസും ഇല്ല. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. റഷ്യൻ ഫോർമലിസത്തിലോട്ട് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഫോർമലിസ്റ്റ് അപ്രോച്ച് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു എച്ച് അബ്രാംസ്, ഫോർമലിസം റെഫേഴ്സ് ടു an aesthetic tendency characterized by the separation of form and content of art and literature in which the predominant significance is given to formal aspects. ഇപ്പോൾ നമ്മൾ ഒരു ലിറ്റററി പീസ് എടുക്കുകയാണ്, വായിക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള ആ ഒരു കണ്ടൻറ്റിനേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്, എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, എന്തൊക്കെ ഡിവൈസസ് ആണ് ഇത് എഴുതാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ഫോം റാദർ ദാൻ കണ്ടൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു പെയിൻറ്റിങ് കാണുകയാണ്, ഏതെങ്കിലും ഒരു ആർട്ട് പീസ് കാണുകയാണ്. അപ്പോൾ എങ്ങനെയാണിത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് എന്താണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നല്ല നോക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണ്ടൻറ്റും ഫോമും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഫോർമലിസ്റ്റുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനാണ്? ഫോമിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസ്, യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, ഇതിനൊക്കെയാണ് ആര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മുടെ ഫോർമലിസ്റ്റ് അപ്രോച്ച് ഫോളോ ചെയ്യുന്നവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ എച്ച് അബ്രാംസ് പറഞ്ഞിട്ടുള്ളത്, Formalism refers to an aesthetic tendency characterized by the separation of form and content of art and literature in which the predominant significance is given to form. Okay. It focuses on critical approaches that analyze, interpret, or evaluate the inherent features of a text ranging from grammar and syntax to metre and tropes. So, നമ്മുടെ ഫോർമലിസ്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഒരു ലിറ്റററി വർക്കിലെ ഗ്രമാറ്റിക്കൽ എലമെൻറ്റ്സ്, അതുപോലെ തന്നെ സിൻറ്റാക്റ്റിക്കൽ എലമെൻറ്റ്സ്, അതുപോലെ തന്നെ മീറ്റർ, റിതം, അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസസ്, ഇതിനൊക്കെയാണ് നമ്മുടെ ഫോർമലിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഫോക്കസസ് ഓൺ ഗ്രാമർ ആൻഡ് സിൻറ്റാക്സ് ടു മീറ്റർ ആൻഡ് ട്രോപ്സ്. അതിൽ മൈന്യൂട്ടായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് വരെ എന്താണ് ഫോർമലിസ്റ്റുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, അതിനെ ഫോക്കസ് ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ യൂസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് എന്താണെന്ന് ഇവർ ഫോക്കസ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The historical, biographical and cultural aspects of a text are often ignored when the text is subjected to such linguistic analysis. So, ഒരു ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ആണ് നമ്മുടെ ഫോർമലിസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാറുള്ളത് എപ്പോൾ ഒരു ലിറ്റററി പീസ് എടുക്കുമ്പോൾ. അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള, ബയോഗ്രഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലായിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട്സും അവർ കെയർ ചെയ്യാറില്ല. അപ്പോൾ ഒരു ഓതറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു വർക്ക് എഴുതാനുണ്ടായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ്, ഇതൊന്നും ഫോർമലിസ്റ്റുകൾ കെയർ ചെയ്യാറില്ല. പക്ഷേ എന്താണ്, ഗ്രാമാറ്റിക്കലായിട്ടുള്ള, ലിംഗ്വിസ്റ്റിക്കലായിട്ടുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഫോംസും എന്താണ് ഇവർ അനലൈസ് ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർമലിസം വാസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് the dominance of the romantic theories of art and literature. സോ റൊമാൻറ്റിക് തിയറീസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അവരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടൻറ്റിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഫോമിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടൊരു റിയാക്റ്റിംഗ് തിയറി, ഒരു റിയാക്റ്റിംഗ് അപ്രോച്ചായിട്ടാണ് ഫോർമലിസം എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അവരെന്താണ് ഫോമിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു കൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് അപ്രോച്ചിങ് ലിറ്റററി വർക്ക്സ് അതിനെന്താണ് മാറ്റി നിർത്തിയിട്ട് പുതിയൊരു അപ്രോച്ച്, ലിറ്റററി വർക്കിനെ അനലൈസ് ചെയ്യുന്നതിൻ്റെ പുതിയൊരു അപ്രോച്ചാണ് ഫോർമലിസം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പെർസീവിംഗ് ദ ആർട്ടിസ്റ്റ് ആസ് ദ ക്രിയേറ്റീവ് ജീനിയസ് ബിഹൈൻഡ് എ ടെക്സ്റ്റ്, the approach foregrounded the text itself by demonstrating how the text was indebted to forms and other works that had preceded it. That means the formalist didn't consider the artist as the creative genius behind a text.
അതായത് ഒരു എഴുത്തുകാരനെ, ഒരു റൈറ്റർ എന്താണ് അത്രയ്ക്ക് ഒരു ജീനിയസ് ആയിട്ടൊന്നും കാണുന്ന ആളുകളല്ല ആര്, നമ്മുടെ ഫോർമലിസ്റ്റുകൾ. അയാൾ പുസ്തകം എഴുതുന്നുണ്ട്, അയാൾ എഴുതിയിട്ടുള്ള കണ്ടന്റിന് പോലും എന്താണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എങ്ങനെ എഴുതി എന്നുള്ള ആ ഒരു ഫോർമൽ ആസ്പെക്ട്സിന് മാത്രമാണ് ഫോർമലിസ്റ്റുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് പെർസീവിങ് ദ ആർട്ടിസ്റ്റ് ആസ് ദ ക്രിയേറ്റീവ് ജീനിയസ് ബിഹൈൻഡ് എ ടെക്സ്റ്റ്, ദ അപ്രോച്ച് ഫോർഗ്രൗണ്ടഡ് ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്. അതായത് ടെക്സ്റ്റിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് എഴുതിയിട്ടുള്ള ഓതറിന് പോലും എന്താണ് അത്ര ഇമ്പോർട്ടൻസ് ആര് കൊടുക്കുന്നില്ല, നമ്മുടെ ഫോർമലിസ്റ്റുകൾ കൊടുക്കുന്നില്ല. പകരം അയാൾ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ലിറ്റററി പീസിൽ അയാൾ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, അയാൾ യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസസ്, അയാൾ യൂസ് ചെയ്തിട്ടുള്ള ഫോംസ്, ഇതിന് മാത്രമാണ് ഫോർമലിസ്റ്റുകൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Now let's have a look at the two schools of formalism. First one is Russian formalism of the 1920s. Second one is Anglo-American new criticism of the post-war period. സോ 1920s റഷ്യൻ ഫോർമലിസം എന്നുള്ള ഒരു ഫോർമലിസ്റ്റ് സ്കൂള് ഡിറൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് വാർ പീരീഡിൽ വന്നിട്ടുള്ള ഫോർമലിസ്റ്റ് സ്കൂളാണ് ഇത് ന്യൂ ക്രിറ്റിസിസം എന്നുള്ളത്. അപ്പോൾ ഫോർമലിസ്റ്റ് അപ്രോച്ചിനെ നമുക്ക് രണ്ട് സ്കൂൾസ് ആക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ റഷ്യൻ ഫോർമലിസം, സെക്കൻഡ് വൺ ന്യൂ ക്രിറ്റിസിസം. ഇനി ഫസ്റ്റ് വൺ ആയിട്ടുള്ള റഷ്യൻ ഫോർമലിസമാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റഷ്യൻ ഫോർമലിസം which emerged around 1915 and flourished in 1920s. It was associated with the Moscow Linguistic Circle and Society for the Study of Poetic Language and with the Prague Linguistic Circle. സോ 1915 ആയപ്പോഴേക്കാണ് റഷ്യൻ ഫോർമലിസം എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1920s ആയപ്പോഴേക്കാണ് അതൊന്ന് ഫ്ലറിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ, സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ് ഓർ ഒപ്പോജാസ്, അതുപോലെ തന്നെ പ്രേഗ് ലിംഗ്വിസ്റ്റിക് സർക്കിൾ, ഈ മൂന്ന് ഗ്രൂപ്പിൻ്റെയും അണ്ടറിലാണ് റഷ്യൻ ഫോർമലിസം എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. വൺ ഓഫ് ദ ലീഡിംഗ് ഫിഗേഴ്സ് ഓഫ് മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ വാസ് റോമൻ യാക്കോബ്സൺ. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1914. ഏകദേശം 1914 മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരു ലീഡ് ക്രിട്ടിക് ആയിരുന്നു ആര്, റോമൻ യാക്കോബ്സൺ എന്ന് പറയുന്ന വ്യക്തി. ഒപ്പോജാസ് വാസ് ഫൗണ്ടഡ് ഇൻ 1916 and the major figures of which are Boris Echinbaum, Viktor Shklovsky, etc. The Prague Linguistic Circle was established in 1926 and the school derives its name from form, as these critics studied the form of literary work rather than its content, emphasizing on the formal devices such as rhythm, meter, rhyme, metaphor, syntax or narrative technique. 1916 ഒപ്പോജാസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ രണ്ട് മേജർ ഫിഗേഴ്സ് ആണ് ബോറിസ് എച്ചിൻബോം, അതുപോലെ തന്നെ വിക്ടർ ഷെലോവ്സ്കി, ഇവർ രണ്ടുപേരും. 1926 പ്രേഗ് ലിംഗ്വിസ്റ്റിക് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ദ സ്കൂൾ ഡിറൈവ്സ് ഇറ്റ്സ് നെയിം ഫ്രം ഫോം, അതായത് നമ്മുടെ ഫോർമലിസം എന്ന് പറയുന്ന ആ ഒരു സ്കൂള് അതിൻ്റെ ആ ഒരു നെയിം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഫോം എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ്. കാരണം ഫോമിനാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അതിൽ നിന്നാണ് ഫോർമലിസം എന്നുള്ള ആ ഒരു പേര് ഇതിന് കിട്ടിയിട്ടുള്ളത്. ആസ് ദീസ് ക്രിറ്റിക്സ് സ്റ്റഡീഡ് ദ ഫോം ഓഫ് ലിറ്റററി വർക്ക് റാദർ ദാൻ ഇറ്റ്സ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റിനേക്കാളും ഫോമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ക്രിറ്റിക്സിനെ ഫോർമലിസ്റ്റുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. They emphasized on the formal devices such as rhythm, meter, rhyme, metaphor, syntax or narrative techniques. So ഇത്രയും ഡിവൈസസിന്, ഫോർമൽ ഡിവൈസസിനാണ് ഫോർമലിസ്റ്റ് അപ്രോച്ചിലുള്ളവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഏതിനേക്കാളും കണ്ടന്റിനേക്കാളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Formalism views literature as a special mode of language and proposes a fundamental opposition between poetic or literary language and practical or ordinary language. ഇനി ഫോർമലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എന്ത്, പോയറ്റിക് ഓർ ലിറ്റററി ലാംഗ്വേജും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഓർ ഓർഡിനറി ലാംഗ്വേജും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഇവർ ആർഗ്യൂ ചെയ്യുന്നത്. അതായത് while ordinary language serves the purpose of communication, literary language is self-reflexive. Poetic language offers readers a special experience by drawing attention to its formal devices,
വിച്ച് റോമൻ യാക്കോബ്സൺ കോൾസ് ലിറ്ററേറിനെസ്. അപ്പോൾ ഇതാണ് പോയറ്റിക് ലാംഗ്വേജ് ഓർ ലിറ്റററി ലാംഗ്വേജും ഓർഡിനറി ലാംഗ്വേജും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്നാണ് ഫോർമലിസ്റ്റുകൾ പറയുന്നത്. എന്താണ് നോക്കിയേ, പ്രാക്ടിക്കൽ ഓർ ഓർഡിനറി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രം, കമ്മ്യൂണിക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണല്ലേ. പക്ഷേ പോയറ്റിക് ഓർ ലിറ്റററി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്, റീഡേഴ്സിന് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ് ലിറ്റററി ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ റോമൻ യാക്കോബ്സൺ ആ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസിനെ വിളിച്ചിട്ടുള്ള പേരാണ് എന്ത്, ലിറ്ററേറിനെസ് എന്നുള്ളത്. സോ പോയറ്റിക് ഓർ ലിറ്റററി ലാംഗ്വേജിന് റീഡേഴ്സിന് ഒരു ലിറ്ററേറിനെസ് പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ നമ്മുടെ ഓർഡിനറി ലാംഗ്വേജിന് എന്താണ്, അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല. ഓൺലി കമ്മ്യൂണിക്കേഷൻ പേർപ്പസ് മാത്രമാണ് ഓർഡിനറി ഓർ പ്രാക്ടിക്കൽ ലാംഗ്വേജിൽ ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് ഓർഡിനറി ലാംഗ്വേജും പോയറ്റിക് ലാംഗ്വേജ് ഓർ ലിറ്റററി ലാംഗ്വേജും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. സോ ലിറ്റററി ലാംഗ്വേജ് പ്രൊവൈഡ്സ് എ സ്പെഷ്യൽ എക്സ്പീരിയൻസ് ടു റീഡേഴ്സ് ആൻഡ് റോമൻ യാക്കോബ്സൺ കോൾസ് ദാറ്റ് സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആസ് ലിറ്ററേറിനെസ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലിറ്ററേറിനെസ് മേക്സ് എ ഗിവൺ വർക്ക് എ ലിറ്റററി വർക്ക്. ഓരോ ലിറ്റററി വർക്കിലും എന്താണ്, ഈ ഒരു ലിറ്ററേറിനെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, ലിറ്റററി ലാംഗ്വേജ് അല്ലെങ്കിൽ പോയറ്റിക് ലാംഗ്വേജ് ആണ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് എന്തല്ല ഓർഡിനറി ഓർ പ്രാക്ടിക്കൽ ലാംഗ്വേജ് അല്ല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ലിറ്റററി വർക്കിലും ലിറ്ററേറിനെസ് എന്ന് പറയുന്ന ആ ഒരു എസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Jan Makrowski described literariness as consisting in the maximum of foregrounding of the utterance and the primary aim of such foregrounding as Viktor Shklovsky described in his art as technique is to estrange or defamiliarize. മക്രൗസ്കി എന്ന് പറയുന്ന ഒരു ഫോർമലിസ്റ്റ് ക്രിട്ടിക്ക് ഈ ഒരു ലിറ്റററിനെസ്സിനെ, അതായത് റീഡേഴ്സിന് ഒരു ലിറ്റററി വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: മാക്സിമം ഓഫ് ഫോർഗ്രൗണ്ടിങ് ഓഫ് ദ അട്ടറൻസ്. അതായത് ഒരു ലിറ്റററി വർക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് സ്പെഷ്യൽ ഡിവൈസസ് യൂസ് ചെയ്തിട്ട്, ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം എന്താണ് ഫോർഗ്രൗണ്ട് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ഫോമിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. വിക്ടർ ഷ്ക്ലോവ്സ്കി അദ്ദേഹത്തിൻ്റെ ആർട്ട് ആസ് ടെക്നിക് എന്ന് പറയുന്ന വർക്കിൽ പറഞ്ഞിട്ടുണ്ട് ലിറ്ററേറിനെസ് എന്ന് പറഞ്ഞാൽ ടു എസ്ട്രേഞ്ച് ഓർ ഡീഫെമിലിയറൈസ് എന്നാണെന്ന്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിറ്റററി ലാംഗ്വേജും ഓർഡിനറി ലാംഗ്വേജും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ലിറ്റററി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഓർഡിനറി ലാംഗ്വേജിനെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളെ അൺഫെമിലിയർ ആയിട്ടാണ് പറയുന്നത്. എവിടെ? ലിറ്റററി ലാംഗ്വേജിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു എസ്ട്രേഞ്ച് അല്ലെങ്കിൽ ഡീഫെമിലിയറൈസ് എന്ന് പറഞ്ഞാൽ. Vladimir Propp studied folk narratives and Viktor Shklovsky treated Sterne's Tristram Shandy as a novel that parodied earlier conventions of writing. ഇനി വ്ളാദിമിർ പ്രോപ്പും അതുപോലെ തന്നെ വിക്ടർ ഷ്ക്ലോവ്സ്കിയും ഒക്കെ ഒരുപാട് വർക്ക്സ് ഒക്കെ ഈ ഫോർമലിസ്റ്റ് മെത്തേഡിലൂടെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ട്രിസ്ട്രാം ഷാൻഡി, ലോറൻസ് സ്റ്റേണിൻ്റെ ട്രിസ്ട്രാം ഷാൻഡി എന്ന് പറയുന്ന നോവൽ ഈ ഒരു ഫോർമലിസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുമ്പോൾ വിക്ടർ ഷ്ക്ലോവ്സ്കി കണ്ടെത്തിയിട്ടുള്ളത് ആ ഒരു ഏർലിയർ കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ് അതിനെ മൊത്തമായിട്ട് മാറ്റി നിർത്തിയിട്ട് ഫോമിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവലായിരുന്നു ഇത് ട്രിസ്ട്രാം ഷാൻഡി എന്ന് പറയുന്ന നോവൽ. അതുപോലെ തന്നെ വ്ളാദിമിർ പ്രോപ്പ് ഒരുപാട് ഫോക്ക് നറേറ്റീവ്സ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ അതിലൊക്കെ എന്താണ് ഫോമിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതായിട്ട് ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. Vladimir Propp in his The Morphology of Folk Tales structurally identifies basic categories of folk tales. The Morphology of Folk Tales എന്ന് പറയുന്ന വ്ളാദിമിർ പ്രോപ്പിൻ്റെ ഒരു വർക്കിൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഫോക്ക് ടെയിൽസിനെയാണ്. അതിൻ്റെ ആ ഒരു ബേസിക് സ്ട്രക്ചർ ഇതെല്ലാം ആണ് അദ്ദേഹം ഈ മോർഫോളജി ഓഫ് ഫോക്ക് ടെയിൽസ് എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. മോർഫോളജി മീൻസ് ദ സ്റ്റഡി ഓഫ് ഫോം. അപ്പോൾ നമ്മൾ മോർഫോളജി ഓഫ് ഫോക്ക് ടെയിൽസ് എന്ന് പറയുന്ന പ്രോപ്പിൻ്റെ ഒരു വർക്ക് കണ്ടു അല്ലേ. അപ്പോൾ അതിൽ അദ്ദേഹം ഫോക്ക് ടെയിൽസിൻ്റെ ആ ഒരു ഫോമിനെയാണ് അനലൈസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ നോക്കിയേ, വിക്ടർ ഷ്ക്ലോവ്സ്കീസ് എസ്സേ സ്റ്റേൺസ് ട്രിസ്ട്രാം ഷാൻഡി സ്റ്റൈലിസ്റ്റിക് കമന്ററി attempts to point out the techniques of defamiliarization employed by the British novelist Lawrence Sterne. വിക്ടർ ഷ്ക്ലോവ്സ്കി അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ ഉണ്ട്, സ്റ്റേൺസ് ട്രിസ്ട്രാം ഷാൻഡി സ്റ്റൈലിസ്റ്റിക് കമന്ററി എന്ന് പറയുന്ന ഒരു എസ്സേ ഉണ്ട്. ഇതിൽ അദ്ദേഹം ലോറൻസ് സ്റ്റേണിൻ്റെ ആ ഒരു ട്രിസ്ട്രാം ഷാൻഡി എന്ന് പറയുന്ന ആ ഒരു നോവലിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്നിക്ക്, ഡീഫെമിലിയറൈസേഷൻ ടെക്നിക്കൊക്കെയാണ് എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്.
Though formalism focused primarily on poetry, later Viktor Shklovsky, Todorov, and Vladimir Propp analyzed the language of fiction and the way in which it produced the effect of defamiliarization. So at first, the formalist critics studied the form of poetry and they analyzed the different devices used in poetry. And later, critics like Viktor Shklovsky, Todorov, and Vladimir Propp analyzed the language of fiction also. വിക്ടർ ഷെലോസ്കി അതുപോലെ തന്നെ ടൊഡറോവ്, വ്ളാദിമിർ പ്രോപ്പ് ഇവർ മൂന്നുപേരും കൂടെയാണ് പിന്നീട് പോയട്രീൻ്റെ കൂടെ ഫിക്ഷനും കൂടെ ഈ ഒരു ഫോർമലിസ്റ്റ് മെത്തേഡിലൂടെ അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ കണ്ടെത്തുകയാണ് പോയട്രിയിലുള്ള അതുപോലെ തന്നെ ഫിക്ഷനിലും ഈ ഒരു ഡീഫെമിലിയറൈസേഷൻ മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു ട്രൂത്ത് അവരെന്താണ് കണ്ടെത്തുകയാണ്. ദേ ലുക്ക്ഡ് അറ്റ് ദ സ്ട്രക്ചർ ഓഫ് എ നരേറ്റീവ് and explored how elements like plot and characterization contributed to the narrative's effect. ഇനി ഫിക്ഷൻ അനലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ ഫിക്ഷൻ്റെ പ്ലോട്ടും അതുപോലെ തന്നെ ക്യാരക്ടറൈസേഷനും ഈ ഫോംസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് എന്തിനല്ല, ഫിക്ഷൻ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നതിനല്ല, പ്ലോട്ടും ക്യാരക്ടറൈസേഷനും എങ്ങനെയായിരുന്നു എന്നുള്ളതിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പോയട്രിയിൽ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസസ് ടെക്നിക്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ ഫിക്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ള പ്ലോട്ട്, ക്യാരക്ടറൈസേഷൻ ഈ ടെക്നിക്സിന് ഒക്കെയാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. Roman Jakobson and Todorov were influential in introducing formalist concepts and methods into French structuralism. ഫ്രഞ്ച് സ്ട്രക്ചറലിസത്തിലോട്ട് ഈ ഒരു ഫോർമലിസത്തിൻ്റെ ആ ഒരു മെത്തേഡ്സും കൺസെപ്റ്റ്സും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് റോമൻ യാക്കോബ്സനും അതുപോലെ തന്നെ ടൊഡറോവ് എന്ന് പറയുന്ന ഫോർമലിസ്റ്റ് ക്രിട്ടിക്കും. അതുപോലെ തന്നെ ഫോർമലിസം വാസ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ബൈ സം മാർക്സിസ്റ്റ് ക്രിട്ടിക്സ്, പ്രൊപ്പോണൻസ് ഓഫ് റീഡർ റെസ്പോൺസ് തിയറി, സ്പീച്ച് ആക്ട് തിയറി and new historicism. All of them reject the view that there is a sharp and definable distinction between ordinary language and literary language. അപ്പോൾ മാർക്സിസ്റ്റ് ക്രിറ്റിസം, റീഡർ റെസ്പോൺസ് ക്രിറ്റിസം, സ്പീച്ച് ആക്ട് തിയറി, അതുപോലെ തന്നെ ന്യൂ ഹിസ്റ്റോറിസിസം, ഇതിൻ്റെയൊക്കെ ആളുകൾ നമ്മുടെ ഫോർമലിസ്റ്റുകൾ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഓൾ ഓഫ് ദം റിജക്ട് ദ വ്യൂ ദാറ്റ് ദർ ഈസ് എ ഷാർപ്പ് ആൻഡ് ഡിഫൈനബിൾ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓർഡിനറി ലാംഗ്വേജ് ആൻഡ് ലിറ്റററി ലാംഗ്വേജ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഓർഡിനറി ലാംഗ്വേജും ലിറ്റററി ലാംഗ്വേജും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല. നിങ്ങൾ പറയുന്ന പോലെ ലിറ്റററി ലാംഗ്വേജ് റീഡേഴ്സിന് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ്, അതായത് ഒരു ലിറ്റററിനെസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും എന്താണ് ഫോർമലിസ്റ്റ് ക്രിട്ടിക്സിൻ്റെ ഈ ഒരു വാദത്തോട് അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. ആ ഒരു പേരിൽ, അതിൻ്റെ ഒരു പേരിൽ എന്താണ് ഫോർമലിസ്റ്റുകൾ ഒരുപാട് ക്രിറ്റിസിസത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി തുടക്കം മുതൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഡീഫെമിലിയറൈസേഷൻ എന്നുള്ളൊരു വേർഡ് അല്ലേ. എന്താണ് ഈ ഡീഫെമിലിയറൈസേഷൻ? ഫോർമലിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വേർഡാണ് ഡീഫെമിലിയറൈസേഷൻ എന്നുള്ളത്. ഇത് മെൻഷൻ ചെയ്യാണ്ട് ഫോർമലിസം കംപ്ലീറ്റ് ആവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. Viktor Shklovsky was the lead critic of the Russian formalist group because he contributed two of their most well-known concepts. First one is defamiliarization or estrangement. Second one is plot or story distinction or sujet or fabula. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ്സ് ആണ് റഷ്യൻ ഫോർമലിസത്തിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് രണ്ട് കൺസെപ്റ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫോർമലിസ്റ്റ് ആണ് ആര്? വിക്ടർ ഷെലോവ്സ്കി എന്ന് പറയുന്ന ക്രിട്ടിക്. So, as I mentioned earlier, you should write what is defamiliarization technique when you write about Russian formalism. ഇപ്പോൾ എന്താണ് ഡീഫെമിലിയറൈസേഷൻ, അതുപോലെ തന്നെ എന്താണ് പ്ലോട്ട് ഓർ സ്റ്റോറി ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ സ്യൂസെറ്റ് ഓർ ഫാബുല എന്നൊക്കെ ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് പറയാം. In this video, we studied a definition for formalist approach by M.H. Abrams. And then we categorized the formalist approach into two schools. First one is Russian formalism and the second one is new criticism. Russian formalism emerged under Moscow Linguistic Circle, Opoja's or Society for the Study of Poetic Language and Prague Linguistic School. And we saw some of the major critics of Russian formalism: Roman Jakobson, Viktor Shklovsky, Vladimir Propp, Makarowski, and so on. Formalist critics gave importance to the form of a literary work rather than its content. They analyzed, studied, and interpreted the various devices and techniques used by the writers to complete the literary work.
Formalist critics didn't consider the writer as a creative genius. They only focuses on the formal devices of the literary work. Major argument of formalism is there is a sharp distinction between poetic language and ordinary language. Purpose of ordinary language is communication, while literary or poetic language provides readers a special experience. This special experience provided by the literary language is called as literariness by Roman Jakobson. Marxist critics, reader response critics, speech act theory critics, and also new historicists, everyone criticized formalist critics for this argument. That is, ordinary language and poetic language is different. Ordinary language is used only for communication, while poetic language provides a special experience to readers. Viktor Shklovsky is considered as the major proponent of Russian formalism because he contributed the two major concepts of Russian formalism. First one is defamiliarization and the second one is sujet or fabula. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പാർട്ടിൽ എന്താണ് ഡീഫെമിലിയറൈസേഷൻ, അതുപോലെ തന്നെ എന്താണ് സ്യൂസെറ്റ് ഓർ ഫാബുല എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൺസെപ്റ്റ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടെ കണ്ടാൽ റഷ്യൻ ഫോർമലിസം കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.